യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. സിസ്റ്റർ, അച്ഛാ അച്ഛാ. വേണ്ട, വിളിക്കണ്ട. പെയിൻ സഹിക്കാതായപ്പോ സെഡേഷൻ കൊടുത്തിരിക്കുക. ഇന്റേണൽ ബ്ലീഡിംഗ് കുറേശ്ശേ ഉണ്ട്. കോംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോ ബൈ ഗോഡ് ഗ്രേസ് എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ്. കുട്ടിയല്ലേ പൂജ? അതെ ഡോക്ടർ. രാവിലെ കുട്ടിയുടെ പേര് തുടർച്ചയായി വിളിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തുണ്ടായിരുന്നല്ലോ. ബോധത്തിലല്ലായിരുന്നു, അതാ വിളിക്കാഞ്ഞത്. ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചതാ. പക്ഷെ സ്റ്റേബിൾ ആയിട്ടില്ല ഇപ്പോഴും. ഇന്ന് രാവിലെ മുതല് ഇടയ്ക്ക് ബോധം തെളിയുകയും മറയുകയും ചെയ്യുന്നുണ്ട്. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവ് പ്രതീക്ഷിക്കാം. സിസ്റ്റർ, കം. അമ്മ ഇരിക്ക്. അമ്മേ, എന്താ മോളെ? അമ്മ എന്താ ഓർത്തെ? ഏയ്, ഒന്നുമില്ല മോളെ. അച്ഛനെ പറ്റിയല്ലേ? അമ്മയ്ക്ക് വിഷമമുണ്ടോ? പൂജമോളെ, അമ്മയുടെ മനസ്സിൽ ഒരു വിഷമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മോളോടൊപ്പം രക്ഷകർത്താക്കൾ ആരെങ്കിലും എപ്പോഴും ഉണ്ടാവണമെന്ന്. ഇനി എന്റെ മോള് ഒറ്റയ്ക്കാവരുത്. അമ്മേ, അധികം വൈകാതെ തന്നെ അമ്മയുടെ കേസ് കോടതിയിൽ തീർപ്പാവും. ഏതാണ്ട് അപ്പോഴേക്കും അച്ഛന് സുഖാവും, അല്ലേ അമ്മേ? ഞാനൊന്ന് ചോദിക്കട്ടെ? എന്താ മോളെ? അതിനുശേഷം നമുക്ക് 3 പേർക്കും ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമല്ലേ? എനിക്ക് അച്ഛനും അമ്മയും കൂടെ വേണ്ട പ്രായത്തിലൊന്നും എനിക്ക് നിങ്ങളുടെ കൂടെ കഴിയാനായിട്ടില്ല. പക്ഷെ ഇനിയെങ്കിലും എനിക്കത് വേണം അമ്മ. 3 വയസ്സിന് ശേഷം എനിക്ക് നഷ്ടപ്പെട്ട ജീവിതം എനിക്ക് തിരിച്ചു പിടിക്കണം. അത് നടക്കും, അല്ലേ അമ്മ? ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അമ്മ. എന്റെ അച്ഛൻ, അമ്മ, അവരൊക്കെ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ അമ്മ? അതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളല്ലേ മോളെ? തൽക്കാലം സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാവട്ടെ. അതെ, ഇവിടെ ഇരുന്ന് അധികം സംസാരിക്കാൻ പാടില്ല. അത് ശരിയാ അമ്മ. വാ മോളെ, നമുക്ക് പുറത്തിരിക്കാം. വാ. വിഷമിക്കാതമ്മേ.
അച്ഛമ്മ. അമ്മേ, വാ. മോളെ, അമ്മേ, മോളെപ്പോ വന്നു? കുറച്ചു നേരേ ആയുള്ളൂ അമ്മേ. നന്ദൻ എങ്ങനെയുണ്ട്? ഉറങ്ങാൻ മരുന്ന് കൊടുത്തിരിക്കുക. നല്ല വേദനയാ. ഇപ്പോ ഉണർത്തണ്ടെന്ന് പറഞ്ഞു. ഓ, ഇതിനൊക്കെ കാരണം അച്ഛമ്മയാ അല്ലേ മോളെ? ഈ നടന്നതും അച്ഛമ്മയും തമ്മിൽ എന്താ ബന്ധം? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. കുറച്ചു കഴിയുമ്പോ അച്ഛൻ ഉണരും. അപ്പൊ അകത്ത് കയറി കാണാം. ദൈവഭാഗ്യം കൊണ്ട് അച്ഛന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. മോളെ, അച്ഛമ്മ കാര്യമായിട്ട് പറയുക. എന്റെ ചെയ്തികളുടെ ഫലമായിട്ടാ ഇതൊക്കെ കാണേണ്ടി വരുന്നത്. അമ്മയുടെ സ്വരത്തിലൊരു കുറ്റബോധത്തിന്റെ ടോണുണ്ടല്ലോ. എന്തുപറ്റി? കുറ്റബോധമല്ലാതെ മറ്റെന്താ മോളെ ഈ വൃത്തിക്ക് ഇനിയുള്ളത്? എനിക്ക് കുറ്റബോധമുണ്ട്. കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം. വേണ്ട സമയത്ത് വേണ്ടത് കാണാത്തതിലുള്ള കുറ്റബോധം. ഒരു വാശി പോലെയായിരുന്നു എനിക്ക്. മകൾ അനുക്കുട്ടിയായി ആരും വിശ്വസിക്കുന്ന തെളിവ് സഹിതം പ്രിയ മുന്നിൽ വന്നു നിന്നപ്പോ ഞാൻ ആദ്യം കയ്യിലെടുത്ത എന്റെ പേരക്കുട്ടി, നമ്മുടെ അനുക്കുട്ടി പ്രിയാണെന്ന് തന്നെ ഞാൻ വിചാരിച്ചു പോയി. തിരിച്ചു ചിന്തിക്കാൻ ഞാൻ എന്റെ മനസ്സിനെ ഒരിക്കലും അനുവദിച്ചില്ല. നീ പൂജയോട് സ്നേഹത്തിൽ പെരുമാറുന്ന പോലും ഞാൻ സംശയത്തോടെയാ കണ്ടിരുന്നത്. പൂജ നിന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഞാൻ വിശ്വസിച്ചു. തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഞാൻ വീണുപോയി. അമ്മേ, ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് എല്ലാം മനസ്സിലായല്ലോ. അത് മതി. അമ്മ സങ്കടപ്പെടണ്ട. എല്ലാം ശരിയാവും. പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന വില ഓർക്കുമ്പോ ഹൃദയം പൊട്ടുകയാ. ഈ ജീവിതം ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്ന എന്തിനെന്ന് ജഗദീശനോട് അപേക്ഷിക്കുക. അമ്മേ, എന്താ അച്ഛമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അച്ഛമ്മ പ്രിയെ സപ്പോർട്ട് ചെയ്തോണ്ടാണോ? അല്ലല്ലോ. അതെ മോളെ, അത് തന്നെയാ അന്ധമായ വാത്സല്യം. അതെന്നെ കൊണ്ട് ചെയ്യിക്കാത്ത പാവങ്ങളില്ല. കുറച്ചുകൂടി മുൻപ് ഞാൻ നിന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ, കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ ഞാൻ എന്റെ മനസ്സിനെ പഠിപ്പിച്ചിരുന്നെങ്കിൽ, നിന്റെ അച്ഛൻ, എന്റെ മകളുടെ ഭർത്താവ് ഇങ്ങനെ കിടക്കില്ലായിരുന്നു. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. അരുണിമേ, തെറ്റെനിക്കാ പറ്റിയത്. അമ്മ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ആരൊക്കെ എങ്ങനെയൊക്കെ ധരിച്ചാലും ദൈവം വിചാരിച്ചിട്ടുള്ളൊരു വഴിയുണ്ട്. അതിലൂടെ നമ്മളെല്ലാവരും നടന്നു തീർത്തേ മതിയാവും. അതാർക്കായാലും. മനുഷ്യജന്മത്തിന്റെ പ്രത്യേകത അത്. ചിലർ ആ വഴി നേരത്തെ മനസ്സിലാക്കും, ചിലര് വൈകും. അത്രേ ഉള്ളൂ അമ്മേ. ഒരു കാർമേഘവും ഒരുപാട് കാലം നിലനിന്നിട്ടില്ല. ഒന്നുകിൽ പെയ്തൊഴിയും, അല്ലെങ്കിൽ സ്വയം ഇല്ലാതാകും. നമ്മുടെ മുന്നിൽ വരുന്ന എല്ലാ തിന്മകളുടെയും പ്രശ്നങ്ങളുടെയും കാലാവധി അങ്ങനെ തന്നെ. അതെ, അച്ഛമ്മ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ. അച്ഛമ്മയ്ക്ക് വേണമെങ്കിൽ ഐസിയുന്റെ വാതിലിലൂടെ ഒന്ന് കാണണമെങ്കിൽ കണ്ടിട്ട് വാ. യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങുകയാണെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനൊന്ന് ശ്രമിക്കേ. ചെല്ലോ. പൂജമോളെ, ഇത്രയും കാലം എന്റെ മോൾ അനുഭവിച്ച എല്ലാ സങ്കടങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതിന്റെ ലക്ഷണ അമ്മയുടെ ഏറ്റുപറച്ചില്. എന്നെ തള്ളിപ്പറഞ്ഞവരോ അവഗണിച്ചവരോ അംഗീകരിക്കലല്ല അമ്മ എന്റെ സന്തോഷം. അച്ഛന്റെ അമ്മയുടെ മകളായി നിങ്ങൾ രണ്ടാളുകളുടെയും കൂടെ ജീവിക്കുന്നതാ. അത് മാത്രം മതി എനിക്ക്.